ആത്മീയ കുർബാ സംഘങ്ങൾക്ക് മൂക്കുകയറിടുവാൻ നിയമം അനിവാര്യമോ? വിശ്വാസികൾ കൊടുക്കുന്നത് എന്തിനാണ്? പള്ളിയെ സംരക്ഷിക്കാൻ, പള്ളിയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, പുരോഹിതന് ശമ്പളം കൊടുക്കാൻ, അല്ലാതെ കേസ് നടത്താനല്ല. കേസ് നടത്തണം. പള്ളിക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ കേസ് നടത്തണം. പള്ളിയുടെ ആചാരങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ അത് ചെറുക്കാനായിട്ട് കേസ് നടത്തണം. പുരോഹിതൻ എന്നുള്ള നിലയിൽ ജോലി ചെയ്യുമ്പോൾ അവനെ ആക്രമിച്ചാൽ അതിനെതിരെ കേസ് കൊടുക്കണം, ഒരു സംശയമുണ്ട. പക്ഷേ പുരോഹിതൻ കാണിക്കുന്ന തമ്മാടിത്തരത്തിനെല്ലാം പള്ളി കാശ് മുടക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? എവിടുത്തെ നീതി അത്? ഈ ആടുകെന്നുള്ള വെളി തന്നെ അപമാനമല്ലേ? മനുഷ്യജീവിയെ മൃഗതുല്യമായി കാണുന്നതിന് ഉദാഹരണമല്ലേ അത്? അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള ജനമാണെങ്കിൽ ഇത് അംഗീകരിച്ച് കൊടുക്കും. ഉപാസനം എന്ന് പറയുന്ന സാധനം ഈ ഉത്തരാധുനിക കാലഘട്ടത്തിൽ, കമ്പ്യൂട്ടർ യുഗത്തിൽ മനുഷ്യൻ്റെ ചിന്തകളെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്ന ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഒരു പത്രം വായിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്നും സകല രോഗവും പൊറുക്കപ്പെടുമെന്നും അത് ചെയിനായിട്ട് വിതരണം ചെയ്തെന്ന പുണ്യം കിട്ടുമെന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന, അതിന് പുറകെ ആളുകൾ അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന തരത്തിൽ സമ്പത്തും വിജ്ഞാനവും ഉണ്ടെന്ന് അറിയപ്പെടുന്ന ആളുകൾ തന്നെ അവിടെ ക്യൂ നിൽക്കുമ്പോൾ നമ്മൾ അയ്യോ പാവം നല്ലത് എന്താ പറയുക? നമസ്കാരം. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏത് സാമൂഹിക വിരുദ്ധനും സഭയുണ്ടാക്കാം, അതിൻ്റെ തലവനാകാം, അതിൻ്റെ മറവിൽ സകല തെമ്മാടിത്തരവും മാഫിയ പ്രവർത്തനങ്ങളും നടത്താം. ഒരു 5 മീറ്റർ തുണി മേടിച്ച് നൈറ്റി അടിച്ചിട്ടാൽ അവന് സകല തൊട്ടിത്തരവും ചെയ്യുവാനുള്ള ലൈസൻസാകും. നിയമപരമായ ഉപദ്രവങ്ങളിൽ നിന്നുള്ള ഇമ്മ്യൂണിറ്റിയും അവന് ലഭിക്കും. സഭകൾ എന്ന് പറയുന്ന സകല പ്രസ്ഥാനങ്ങളും ഒന്നുകിൽ ട്രസ്റ്റുകൾ അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. ഇപ്രകാരം ഒരു ചട്ടക്കൂടുമില്ലാതെ പ്രവർത്തിക്കുന്ന നിരവധി സംഘങ്ങളും ഇവിടെയുണ്ട്. പറയുമ്പോൾ സഭ, പിരിവിൻ്റെ കാര്യം വരുമ്പോൾ നമ്മുടെ സഭ, എന്നാൽ കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ സഭ. ഇതിൻ്റെ നേതാക്കളും ഭാരവാഹികളും മാത്രമാണ് ഇത്തരം തട്ടിപ്പ് പ്രസ്ഥാനങ്ങളുടെ ഗുണഭോക്താക്കൾ. ക്രിസ്തുവിനെ ഇന്ന് ഏത് തെമ്മാടിക്കും എടുത്ത് ഉപയോഗിക്കാവുന്ന, മാർക്കറ്റ് ചെയ്യാവുന്ന മോസ്റ്റ് സെല്ലബിൾ പ്രോഡക്റ്റായി മാറ്റിയിരിക്കുകയാണ്. ഇത്തരം ആത്മീയ കുർബാ സംഘങ്ങളെ നിയമം മൂലം നിയന്ത്രിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത എന്തെന്ന്, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പരിശോധിക്കുകയാണ് i2i ന്യൂസ് ഇന്ന്. ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് KCRM കാത്തലിക് റിഫോർമേഷൻ മൂവ്മെന്റ് ചെയർമാൻ ശ്രീ ജോർജ് ജോസഫ് സാറാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. ജോർജ് സാറിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് നമ്മുടെ ചർച്ച ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സമയം മുതലാണ്. ഈ ചർച്ച ആക്ട് എന്ന ഒരു ആവശ്യകത എനിക്ക് തോന്നുന്നൊരു 10-16 വർഷമായി അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ഒരു തുടക്കം ഇപ്പം സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചിട്ട് അപ്രകാരം ഒരു ആവശ്യകത, പ്രത്യേകിച്ച് ഒരു കത്തോലിക്ക സഭാംഗവും എന്ന നിലയ്ക്ക് അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുവാനുണ്ടായ ഒരു ചേതോപകാരം എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ അതിന് കുറച്ചുകൂടി പുറകിലേക്ക് പോകണം. 2009 ചർച്ചയ്ക്ക് നിർദ്ദേശം നമ്മുടെ VR കൃഷ്ണയ്യർ അധ്യക്ഷനായിട്ടുള്ള നിയമപരിഷ്കരണ സമിതിയുടെ റിപ്പോർട്ട് വരുന്നത്. KCRM എന്ന് പറയുന്ന സംഘടന ഉണ്ടായത് 90-ലാണെന്ന് ഞാൻ പറഞ്ഞു. അതുണ്ടാവാൻ കാരണം 91-ൽ പൗരസ്ത്യ കാനോൻ നിയമം സീറോ മലബാർ സഭയിലേക്ക് കൊണ്ടുവരുന്നു എന്നൊരു വാർത്ത വന്നു, അല്ലെങ്കിൽ ഒരു അറിയിപ്പ് കിട്ടി. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നെന്നുള്ള അഭ്യുദയകാംക്ഷികളും അഭിജ്ഞവൃത്തങ്ങളിൽ നിന്നുള്ള വിവരങ്ങളുമായിട്ട് പുറത്തു വന്നു. അപ്പോൾ അന്നത്തെ ഏറ്റവും കരുത്തനായ ഒരു സഭാവിമർശകനാണല്ലോ ജോസഫ് പുലിക്കുന്നൻ, പ്രൊഫസർ ജോസഫ് പുലിക്കുന്നൻ. കേരള ക്രൈസ്തവ കേസരി എന്ന് ഞങ്ങൾ വിളിക്കുന്ന തൻ്റെ ഇടമുള്ള സഭാ പണ്ഡിതന്മാരെക്കാൾ, ഇപ്പോൾ ഉള്ള എല്ലാ പണ്ഡിതന്മാരെക്കാൾ പാണ്ഡിത്യമുള്ളൊരു മനുഷ്യൻ സഭാകാര്യത്തിൽ. അപ്പോൾ അദ്ദേഹം മുമ്പേ തന്നെ ഈ ഒരു ആവശ്യം മുമ്പോട്ട് വച്ചിരുന്നു. സഭയുടെ ഭരണം നിയമപരമാകണം, അത് സുതാര്യമാവണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കാനോൻ നിയമം വന്നാൽ അത് സുതാര്യമാകില്ല എന്ന് മാത്രമല്ല, കൂടുതൽ മെത്രാൻ കേന്ദ്രീകൃതവും ഏകാധിപത്യപരവുമാവും, അല്ലെങ്കിൽ രാജഭരണത്തിന് കീഴിലേക്ക് സീറോ മലബാർ സഭയെ പരിപൂർണമായിട്ടും അടിമപ്പെടുത്തും എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അതിനെതിരെ നിയമ നടപടിക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ KCRM രൂപപ്പെടുന്നത്. 91 ഒക്ടോബറിലാണെന്ന് എൻ്റെ ഓർമ്മ. അതിൻ്റെ കരട് വിജ്ഞാപനം പോലെ ഇവന്മാർ ഇടയലേഖനം ഇറക്കി, മെത്രാന്മാർ. അതിനെതിരെ ഞങ്ങൾ കോടതിയിൽ പോയി. എന്തുകൊണ്ടോ അത് പിൻവലിച്ചു തൽക്കാലം. പക്ഷേ 92 സെപ്റ്റംബറിൽ വീണ്ടും പുനരവതരിപ്പിച്ചു.
ആരോടും ചോദിച്ചില്ല, നടപ്പിലാക്കുക ഇത്. ഞങ്ങളോട് ചോദ്യം ചെയ്യാൻ ആരാ ഉള്ളത് എന്നുള്ള ആ നിലപാട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ 92 സെപ്റ്റംബറിൽ കാനോൻ നിയമം, പൗരസ്ത്യ കാനോൻ നിയമം സീറോ മലബാർ സഭയ്ക്ക് കൂടി ബാധകമാക്കിയപ്പോൾ സമ്പൂർണ്ണമായി മെത്രാനാധിപത്യത്തിന് കീഴിലൊരു സഭയായി സീറോ മലബാർ സഭ മാറി. അതുവരെ പരമ്പരാഗതമായ ഒരു പാരമ്പര്യ ഭരണരീതിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതായത് ഇടവക ഭരണസമിതി, ഇടവക കമ്മിറ്റിക്കാർ, ട്രസ്റ്റി ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു പരിധിവരെ പരമാധികാരികളായിരുന്നു. സ്വത്തുക്കളൊക്കെ അവരുടെ പേര് രജിസ്റ്റർ ചെയ്യുന്നു, അവർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അച്ഛൻ അതിൻ്റെ ഒരു മേൽനോട്ടക്കാരൻ എന്നുള്ള സ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വന്നതോടുകൂടി അച്ഛന് പോലും സ്ഥാനമില്ല, മെത്രാനാണ് പരമാധികാരി. ആ നിലപാട് വന്നപ്പോൾ അതിനെ എതിർക്കുക എന്നുള്ള നിലപാട് ഈ നവീകരണ നിലപാടുള്ള അല്ലെങ്കിൽ പരിഷ്കരണവാദികളായ ആളുകൾക്ക് ക്രിസ്ത്യാനികൾക്കിടയിലുണ്ടായി. അങ്ങനെ ഇരിക്കുകയാണ് 2004 ശ്രീ ജോസഫ് പുലിക്കുന്നേൽ ഇവിടെ കോട്ടയത്ത് കിഴക്കേമുറി ഇടം എന്ന DC കിഴക്കേമുറിയുടെ പുസ്തക പ്രസാധകശാലയുടെ ആസ്ഥാന മന്ദിരത്തിൽ ഒരു യോഗം വിളിച്ചു. ഇന്ത്യയിലെ പ്രശസ്തരായ നിയോജകരായ കൃഷ്ണയ്യർ, KT തോമസ് പോലുള്ള ആളുകളെ വിളിച്ചു കൂട്ടി. അതുപോലെ ക്രൈസ്തവ പണ്ഡിതരായിട്ടുള്ള ആളുകളെ വിളിച്ചു കൂട്ടി. പുള്ളി വിളിച്ചാൽ എല്ലാവരും വരുമായിരുന്നു, മെത്രാന്മാർ പോലും വരുമായിരുന്നു. അത് വേറൊരു കാര്യം. ഞാനൊരു വേദി പറഞ്ഞു കേട്ടതാണ്. പോൾ തേലക്കാട്ട് ഈ ക്രൈസ്തവ പത്രാധിപന്മാരുടെ യോഗം വിളിച്ചു ചേർത്തു. അവിടെ ഈ പോൾ തേലക്കാട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന്, അത് നമ്മുടെ ക്രിസ്തോസ്തവ തിരുമേനിയുടെ അധ്യക്ഷതയിൽ പരിമല വെച്ചാണ് ചേർന്നത്. അവിടെ ആ യോഗത്തിൽ ജോസഫ് പുലിക്കുന്നേലിനെ പരിചയപ്പെടുത്തുന്ന പോൾ തേലക്കാട്ടച്ചൻ പറഞ്ഞത്, കേരളത്തിലുള്ള ഏത് മെത്രാൻ വരുന്നതിനേക്കാൾ സ്വീകാര്യതയും അംഗീകാരവുമുള്ള ഒരു മനുഷ്യനാണ് ശ്രീ ജോസഫ് പുലിക്കുന്നേൽ എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തിയത്. അപ്പോൾ അത്രയ്ക്കും ഒരു ജ്ഞാനമുള്ള, പാണ്ഡിത്യമുള്ളൊരു മനുഷ്യൻ 2004 പറഞ്ഞു, സഭാ സ്വത്തുക്കൾ ഭരിക്കുന്നതിന് ഒരു സിവിൽ നിയമം ആവശ്യമാണ്. സത്യം പറഞ്ഞാൽ അന്ന് മുതലാണ് ഈ സഭാ സ്വത്തുക്കൾക്ക് ഭരണം സംവിധാനം നിയമപ്രകാരം ഉണ്ടാകണം എന്നുള്ളൊരു ചിന്ത ക്രൈസ്തവർക്കിടയിലുണ്ടാകുന്നത്. അതാണ് വി.ആർ. കൃഷ്ണയ്യരുടെ മുമ്പിൽ നിർദ്ദേശം ചെല്ലുകയും അത് നമ്മുടെ കോഴിക്കോടുള്ള കാത്തലിക് ലേമൻ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ നവീകരണ പ്രസ്ഥാനക്കാരാണ് അവരും. അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ML ജോർജ് മാളിയേക്കൽ എന്ന് പറയുന്ന ആളിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം തന്നെ ഈ കൃഷ്ണയ്യരുടെ നിയമ ഡ്രാഫ്റ്റിന് വേണ്ടിയിട്ട് പിന്തുണ കൊടുക്കുകയും നമ്മുടെ ജോയി മുക്കന്തോട്ടം എന്ന് പറയുന്ന പ്രൊഫസർ അതിന് ഇംഗ്ലീഷ് ഡ്രാഫ്റ്റ് തയ്യാറാക്കി കൊടുക്കുക വരെ ചെയ്തത് അവരാണ്. ക്രിസ്ത്യാനികളാണ് സത്യത്തിൽ അതിന് പുറകെ പ്രവർത്തിച്ചത്, ഹിന്ദുക്കളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗക്കാരോ അല്ല. അപ്പോൾ അതാണ് വി.ആർ. കൃഷ്ണയ്യർ. അദ്ദേഹത്തിന് അത്ഭുതമായിരുന്നു, സഭാസ്വത്തുക്കൾ ഭരിക്കുന്നതിന് സിവിൽ നിയമം ഇല്ലേ എന്നാണ് അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ വളരെ താല്പര്യത്തോടെ ഈ നിയമം ഉണ്ടാക്കുകയും ആ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുകയും അത് സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് കൃഷ്ണയ്യർ തന്നെ പറഞ്ഞു, അടുത്ത റിപ്പബ്ലിക് ദിനത്തിന് മുമ്പായിട്ട് ഈ നിയമം നടപ്പിലാക്കപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പറഞ്ഞാണ് കൊടുക്കുന്നത്. ഒന്നും സംഭവിച്ചില്ല. അന്ന് നമ്മുടെ VS ആയിരുന്നു മുഖ്യമന്ത്രി. VSന് അതിനോട് മാനസികമായി നല്ല അടുപ്പവും യോജിപ്പുമായിരുന്നു. എന്നാൽ പാർട്ടിയിലെ ചില തൽപര കക്ഷികൾ, എന്തോ വിദ്യാധാരണ ഇപ്പോഴും ഉണ്ടല്ലോ, പാർട്ടികളെ ഭരിക്കുന്ന അങ്ങനെയാണല്ലോ, അതിൻ്റെ പേരിൽ അത് അലമാരി വെച്ച് പൂട്ടുകയും ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നോർമലായി ഈ കാര്യങ്ങൾ നടക്കില്ല. ഒരു പ്രക്ഷോഭത്തിലൂടെ ജനങ്ങളുടെ ആവശ്യമായി മാറിയാലേ ഇത് നടക്കൂ. അങ്ങനെ ചില സൂചനകൾ പാർട്ടിയുടെ ചില ആളുകളിൽ നിന്ന് തന്നെ എനിക്കുണ്ടാവുകയും ചെയ്തു. നമ്മുടെ മുൻ മന്ത്രിയായ G. സുധാകരൻ, സുധാകരനുമായിട്ട് യാദൃശ്യമായിട്ട് എനിക്ക് സംസാരിക്കേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളിങ്ങനെ സ്വകാര്യമായി പറഞ്ഞിട്ട് കാര്യമില്ല, പരസ്യമായൊരു ഡിമാൻഡായിട്ട് ഒരു ജനകീയ ആവശ്യമായി വരട്ടെ, അപ്പോൾ ഞങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കും. അങ്ങനെ പല പ്രക്ഷോഭങ്ങൾ നടന്നു. ലക്ഷക്കണക്കിന് ആളുകളെ മുമ്പിൽ അണിനിരത്തി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങൾ ധർണ നടത്തി. ഏതാണ്ട് 2 ലക്ഷത്തോളം ജനങ്ങൾ പങ്കെടുത്തു എന്നുള്ളത് കൃത്യമായ റിപ്പോർട്ടുള്ളതാണ്, ഇൻ്റലിജൻസ് റിപ്പോർട്ടുള്ളതാണ്. സർക്കാരോ മാധ്യമങ്ങളോ പോലും അത് കണ്ടതായി ഭാവിച്ചില്ല, മെത്രാൻ്റെ പണത്തിൻ്റെ പവർ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് പിന്നെയും പ്രക്ഷോഭങ്ങൾ, കോർണർ യോഗങ്ങൾ, നോട്ടീസ് തരണം, വീട് കയറി പ്രചരണം വരെ ഞങ്ങൾ നടത്തി. പള്ളികൾ തോറും നോട്ടീസ് കൊടുക്കുന്ന പരിപാടിയും അവിടെ ഞങ്ങളെ ആക്രമിക്കാൻ വന്ന ചില വിവരം കെട്ട കുഞ്ഞാടുകളുണ്ടായി എന്നുള്ളത് വേറൊരു സത്യം. അങ്ങനെ ഈ ഇത് മുറുകുന്ന സമയത്താണ് ഞാനും രംഗത്ത് വരുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിതിൻ്റെ ഒരു സജീവ ഭാഗമാകുന്നത് 2007 മുതലാണ്. 2007 യാദൃച്ഛികമായി ഇവരുടെ ഒരു മീറ്റിങ്ങിൽ എന്നെ ക്ഷണിക്കുകയും ഞാനതിപ്പോൾ പങ്കെടുക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്നെ പിടിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ ചെയർമാൻ തന്നെ ആക്കി കളഞ്ഞു. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ചില മൂർച്ചയും തീർച്ചയും ഉള്ളത് കൊണ്ട്
തല വെച്ച് തന്നാണ്. അതെ, ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. കുറേ ആളുകൾ ഇപ്പോഴും ഉണ്ട് സജീവമായിരിക്കുന്നവർ. കുറേ അധികം ആളുകൾ നിരാശപ്പെട്ട് പിന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളതും സത്യമാണ്. ശരിക്കും ഇപ്പോൾ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ഭാവനം ചെയ്ത അല്ലെങ്കിൽ ആ ഒരു കൊടുത്ത ഒരു ഡ്രാഫ്റ്റ്, ഒരു ചർച്ച ആക്ടിൻ്റെ ഡ്രാഫ്റ്റിനെ ശരിക്കും ഒരു മൂക്കുകയർന്ന് വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ക്രൈസ്തവ സഭയ്ക്ക് പൂട്ടാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു മൂക്കുകയർ ഇതെടുത്ത് പ്രയോഗിക്കത്തില്ല. ഇതിനെ കാണിച്ച് വിരട്ടി കാലാകാലങ്ങളായി മാറി വരുന്ന സർക്കാർ സംവിധാനങ്ങൾ ഇതിപ്പോൾ നടപ്പിലാക്കും, ഇപ്പോൾ ആക്കും എന്ന് ഒരു ഹിൻഡ് കൊടുക്കുമ്പോൾ ഇവർക്ക് വിധേയരായി പോകാൻ പറ്റാവുന്ന, ഒരിക്കലും എന്താ പറഞ്ഞ ഓങ്ങി കാണിക്കുന്ന ഒരു വടി, അതല്ലേ സത്യത്തിലൊരു ബ്ലാക്ക് മെയിലിംഗ് ടൂളായി എന്ന് അറിയാം. ബ്ലാക്ക് മെയിലിംഗ് ടൂൾ, അതിന് എങ്ങനെ വേണം പറയുന്നത്? ബ്ലാക്ക് മെയിലിംഗ് ടൂൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരിക്കലും അടിക്കാത്ത ഒരു വടി എന്ന് പറയാം. അല്ല, ഇവർക്ക് ഏറ്റവും ഭയം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു ബലത്തിൻ്റെ പ്രകടനമാണല്ലോ, സാക്ഷ്യമാണല്ലോ. കാരണം ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ഒരു അക്കൗണ്ടബിലിറ്റിയോ ട്രാൻസ്പെറൻസിയോ ഇല്ലാത്ത ഒരു സംവിധാനമാണ് ഈ ക്രൈസ്തവ സഭകളിൽ. ഒരു സഭയുടെയല്ല, കത്തോലിക്ക സഭയുടെയല്ല. ഒരു മെത്രാനും ഒരു സംവിധാനത്തോടും ആൻസറബിൾ അല്ല. അവരെ ആൻസറബിൾ ആക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ചർച്ച് ആക്ട്. അല്ലെങ്കിൽ പള്ളി സ്വത്ത് നിയമം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതാണ്. സ്വത്ത് ഭരിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഇടപെടുന്നുള്ളൂ. അതിന് അവർ ഈ ലഘുലേഖയൊക്കെ അടിച്ചിറക്കി പള്ളിയുടെ സ്വത്ത് മുഴുവൻ സർക്കാർ പിടിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി അച്ഛന്മാർക്ക് കുർബാനയെല്ലാം പോലും പറ്റുകയില്ല, അവർക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ലാതാകും, വിശ്വാസികൾ വെറും കാഴ്ചക്കാരായി മാറും, കമ്മ്യൂണിസ്റ്റുകാർ കയറി നിരങ്ങും എന്നൊക്കെയാണ്. ചുമ്മാ തട്ടിവിടുകയാണ്, ബൈബിൾ പ്രസംഗം പോലെ തന്നെ. KCRM പോലെയുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടനകൾക്ക് വിശ്വാസികളെ ഇത് കൺവിൻസ് ചെയ്യുന്നതിൽ, അതായത് ഒരു ചർച്ച് ആക്ടിൻ്റെ പ്രസക്തി എന്താണ്, ഇതിൻ്റെ ആവശ്യകത എന്താണ്, ഇത്തരം ഒരു ചർച്ച് ആക്ട് വരുന്നത് കൊണ്ടുള്ള ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്, അതുകൊണ്ട് ഉണ്ടാകുന്ന വിശ്വാസികൾക്കും സഭയ്ക്കും ക്രിസ്ത്യാനിറ്റിക്കും ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ് എന്ന് എണ്ണി ഈ വിശ്വാസ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ സാധിച്ചോ? അതുകൊണ്ടല്ലേ ഇത്തരം ഇവർക്ക് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനും വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനും സാധിച്ചു? വളരെ ശരിയാണ്. ഈ പറയുന്ന നവീകരണ പ്രസ്ഥാനത്തിലെ മിക്കവാറും സംഘടനകൾ അംഗബലം കൊണ്ട് വളരെ ശോഷിച്ചതാണ്. സാമ്പത്തിക നിലയിൽ വളരെ പരമദരിദ്രമാണ്. കാരണം പോക്കറ്റിലെ പൈസ കൊണ്ടാണ് ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നത്. മറ്റൊരു പൊതുഭണ്ഡാരത്തിൽ നിന്നാണ്. ഒരിക്കലും നിലയ്ക്കാത്ത കുണക്കട്ടിയിൽ നിന്ന് വെള്ളം വരുന്ന പോലത്തെ ഉറവ് പോലത്തെ ഇതാണ്, സപ്ലൈ ആണ് ഈ ഫണ്ടിങ്. അതുകൊണ്ട് അവർക്ക് മേൽകീഴ് നോക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു അച്ഛൻ പെണ്ണ് പിടിച്ചാൽ, ഏതെങ്കിലും ഒരു അച്ഛൻ കൊലപാതകം നടത്തിയാൽ, ഏതെങ്കിലും ഒരു അച്ഛൻ തെമ്മാടിത്തരം കാണിച്ചാൽ സഭയ്ക്കെന്ത് ഉത്തരവാദിത്വം? സഭയുടെ ഫണ്ടെടുത്താൽ ഈ കേസ് നടത്തുന്നത്. കൊലപാതക കേസ് നടത്തിയെന്നാൽ അത് മുഴുവൻ സഭയുടെ ഫണ്ടാണ്. ഇപ്പം അഭയ കേസാണ് ഏറ്റവും നല്ല ഉദാഹരണമായി നമ്മുടെ മുന്നിലുള്ളത്. പറഞ്ഞു കേൾക്കുന്നത് 500 കോടി രൂപ മുടക്കിയെന്നാണ്. ഇവരുടെ തറവാട്ട് സ്വത്താണോ? വിശ്വാസികൾ കൊടുത്തതല്ലേ? വിശ്വാസികൾ കൊടുക്കുന്നത് എന്തിനാണ്? പള്ളിയെ സംരക്ഷിക്കാൻ, പള്ളിയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, പുരോഹിതന് ശമ്പളം കൊടുക്കാൻ, അല്ലാതെ കേസ് നടത്താനല്ല. കേസ് നടത്തണം. പള്ളിക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ കേസ് നടത്തണം. പള്ളിയുടെ ആചാരങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ അത് ചെറുക്കാനായിട്ട് കേസ് നടത്തണം. പുരോഹിതൻ എന്നുള്ള നിലയിൽ ജോലി ചെയ്യുമ്പോൾ അവനെ ആക്രമിച്ചാൽ അതിനെതിരെ കേസ് കൊടുക്കണം, ഒരു സംശയമുണ്ട. പക്ഷേ പുരോഹിതൻ കാണിക്കുന്ന തമ്മാടിത്തരത്തിനെല്ലാം പള്ളി കാശ് മുടക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? എവിടുത്തെ നീതി അത്? ഏറ്റവും വലിയ അക്രമമാണ് നടക്കുന്നത്. സാമ്പത്തികമായ അതിക്രമങ്ങളാണ് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ നടക്കുന്നത്. ഇന്ന് ആയിരക്കണക്കിന് സഭകളുണ്ട്. അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് സഭകളെന്നാണ് എന്നെ വിശേഷിപ്പിക്കുന്നത്. അന്നേരം ഇത്തരത്തിലുള്ള ഒരു ക്രിസ്തുവും 10,000-കണക്കിന് സഭകളുമുള്ള ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഒരു ക്രിസ്തുവേ ഉള്ളൂ എന്ന് വിശ്വസിക്കുകയും ആ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴും ഇവർ പല തിയോളജികളും പലതരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞ് പല ഗ്രൂപ്പുകളാക്കി, കമ്പാർട്ട്മെൻറ്റുകളാക്കി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് ആർക്കും ഈ ഒരു 5 മീറ്റർ തുണി അടിച്ച് ഒരു ലോഹയും ഇട്ട് ഒരു പേരും കൊടുത്തു കഴിഞ്ഞാൽ, ഒരു രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ അവൻ സഭയായി. ഇപ്പോൾ നമ്മുടെ താറാവ് ബിഷപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു സുപ്രഭാതത്തിൽ കൈകുട്ടിപ്പാട്ടായിട്ട് നടന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ മാർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ എന്നുള്ള പേരൊക്കെ സ്വീകരിച്ചിട്ട് കൂടെ ഉണ്ടായിരുന്ന പെന്തക്കോസുകാരെ എല്ലാം പിടിച്ച് ആക്കി. അന്നേരം അങ്ങനെയുള്ള എക്സാമ്പിൾ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അന്നേരം ഇവിടെ യഥാർത്ഥത്തിൽ ഈ സഭകളെന്ന് പറയുന്ന പല പ്രസ്ഥാനങ്ങളും, വീണ്ടും ഞാൻ കത്തോലിക്ക സഭയുടെ കാര്യത്തിലേക്ക് തന്നെ വരുന്നു. സഭ എന്നിവർ പറയുന്നു. യഥാർത്ഥത്തിൽ ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റാണോ, അതോ ഇതൊരു പ്രൊപ്രൈറ്റർഷിപ്പാണോ, അതോ പാർട്ണർഷിപ്പ് ഫേമാണോ, അതോ കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് ഫോം ചെയ്തതാണോ? ഇതിനെന്തെങ്കിലും ഒരു ചട്ടക്കൂട് ഈ ഒരു സഭ എന്നിവർ പറയുന്ന സോക്കോൾഡ് ആ പദത്തിന് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് യഥാർത്ഥത്തിൽ ഏത് ഫോർമാറ്റിലാണിത്? ഇതൊന്നുമല്ല. ഈ പറഞ്ഞതൊന്നുമല്ല. ട്രസ്റ്റല്ല, കമ്പനിയല്ല,
കോർപ്പറേറ്റ് സ്ഥാപനമല്ല. കാനോൻ നിയമം, നമ്മളെ നിയമ സംവിധാനങ്ങളെ സമീപിക്കും പറയും അത് കാനോൻ നിയമം അനുസരിച്ചല്ല അവർ ഭരിക്കുന്നത്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഏത് സ്വതന്ത്രമായ പരമാധികാരമുള്ള ഒരു ഭരണഘടനയുള്ള ഇന്ത്യ രാജ്യത്ത് വെച്ചാൽ ഈ വർത്തമാനം പറയുന്നതെന്ന് വിചാരിക്കണം. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യല്ലേ. ബാറബ്രായ ഈ പറയുന്ന കാനൻ നിയമം എന്ന് പറയുന്നത് ഒരു വിദേശ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. അത് വെച്ചുകൊണ്ട് സ്വതന്ത്ര പരമാധികാര രാജ്യത്ത് ഭരണം നടത്തുക എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ നാണക്കേട്. പക്ഷേ എങ്ങനെ ഈ കച്ചവടം നടത്താൻ സാധിക്കുന്നു? അതായത് ഇതിന് ബാക്കിയുള്ള ഓർത്തഡോക്സ് സഭയാണെങ്കിൽ ഒരു ട്രസ്റ്റ് ഫോമാറ്റിൽ പോകുന്നു. CSI സഭയെ സംബന്ധിച്ചിടത്തോളം കമ്പനീസ് ആക്ട് അനുസരിച്ച് പറയുന്നു. അതാണ് വിശ്വാസികൾ എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല. ഇതിനെ സഭ എന്ന് വിളിക്കുകയും അവരവരുടെ തരാതരം പോലെ ട്രസ്റ്റുകളായിട്ടോ കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ടോ പ്രൊപ്പറേറ്റർഷിപ്പോ പാർട്ണർഷിപ്പോ ഒക്കെ ആക്കി കൊണ്ടുപോകുന്ന ഈ പ്രസ്ഥാനങ്ങൾ ഇത് സഭകളല്ലെന്നും ഇത് ഇത്തരത്തിലുള്ള യുവമാരുടെ കുടിൽ വ്യവസായ അല്ലെങ്കിൽ ഒരു വ്യവസായ യൂണിറ്റുകളാണെന്നും ബാക്കിയുള്ളതെല്ലാം വെറും ഇവരുടെ കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ ഇവരുടെ ഈ ആടുകളെന്നും മാടന്നുകളെന്നും പറഞ്ഞ് കൊണ്ടുപോകുന്ന കുറേ അടിമക്കൂട്ടങ്ങളാണെന്നും ഇത് ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് ഇത്രയും കാലമായിട്ടും ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു 80% വിശ്വാസികൾക്ക്, 80 അല്ല 90% വിശ്വാസികൾക്കും കത്തോലിക്ക സഭ വിശ്വാസികൾക്ക് അറിയാമോ ഇതിനിങ്ങനൊരു ചട്ടക്കൂടില്ല. ഇത് ഈ പറഞ്ഞ പുകമറയിൽ സഭയെന്ന് പറഞ്ഞ് ഇതുപോലെ ഓരോരോ സ്വകാര്യ ട്രസ്റ്റുകളുടെ മറവിൽ ഇവർ തട്ടിക്കൂട്ട് പ്രസ്ഥാനങ്ങളുടെ മറവിൽ നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് എത്ര പേർക്കറിയാം? ഇപ്പോഴും ഒരു അവയർനെസ് ഉണ്ടോ? അതറിയുമ്പോൾ പോലും അവരതിൽ ആനന്ദം കണ്ടെത്തുന്നു. അതാണല്ലോ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെച്ചിട്ട് കുപ്പിയിലെ മനോഹരമായി വായിച്ചിട്ടാണല്ലോ മദ്യപിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിങ്ങനെ പോകൂ, ഇതൊക്കെ ഇങ്ങനെ പോയാൽ മതി എന്ന മുൻവിധിയോടെയാണ് ഈ ആളുകൾ നിൽക്കുന്നത്. ഈ ആടുകൾ എന്നുള്ള വിളി തന്നെ അപമാനമല്ലേ? മനുഷ്യജീവിയെ മൃഗതുല്യമായി കാണുന്നതിന് ഉദാഹരണമല്ലേ അത്? അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള ജനമാണെങ്കിൽ ഇത് അംഗീകരിച്ച് കൊടുക്കുമോ? ആ വിധേയത്വം കൊണ്ടുവരാൻ വേണ്ടിയല്ലേ. ഒന്ന് ഈ പൗരോഹിത്യ വർഗത്തിൻ്റെ എന്തുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല, ഈ പൗരോഹിത്യ വർഗത്തിൻ്റെ ആ കുടില ബുദ്ധി, ആ കോൺസ്റ്റാന്റിൻ ചക്രവർത്തിയുടെ കാലത്തുണ്ടാക്കിയ ആ കാലഘട്ടത്തിൽ ഇവർ ഇത്രയും നൂറ്റാണ്ടുകളായി എത്ര തന്ത്രപരമായിട്ടാണ് ഈ വിശ്വാസികളെ ഈ പറയുന്ന പ്രത്യേക വേഷവിധാനങ്ങൾ, ചില പ്രത്യേക ഈ കത്തോലിക്ക സഭയിലെയൊക്കെ ചില പദവികളൊക്കെ കേട്ടിൽ പൊന്തിഫിക്കൽ ചില ഓരോ പേരുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിരിച്ച് നമ്മൾ എന്തോ ഭയങ്കര സംഭവം ചെയ്യുന്ന പണി എന്താ ഇവന്മാർ. അത് പണ്ട് സംസ്കൃത പണ്ഡിതന്മാർ നമ്മൾ സാധാരണ ആളുകളെ പറ്റിച്ചിരുന്നത് അങ്ങനെയല്ലേ? കടിച്ചാൽ പൊട്ടാത്ത സംസ്കൃതം പറഞ്ഞിട്ട് ഇവർ അന്തം വിട്ട് നിൽക്കുമ്പം ഞങ്ങളെന്തോ ഭയങ്കര സംഭവമാണെന്നുള്ളവർ തലയോർത്തി പിടിച്ച് നടക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. അതുതന്നെ ഇവിടെ നടക്കുന്നത്. ഇവർ സംഗതി കടിച്ചാൽ പൊട്ടാത്ത എന്തൊക്കെയോ പ്രയോഗിക്കുമ്പം സാധാരണ ജനം വിചാരിക്കുന്നു അയ്യോ ഇവരൊരു സംഭവമാണ്, ഇവരില്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പുകയാ, കട്ട പുകയാ. ഈ വിശ്വാസം നിൽക്കുന്ന വിശ്വാസികൾ എന്ത് ചെയ്യും? കീഴടങ്ങല്ലാതെ. വിധേയത്വം എന്ന് പറയുന്നത് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയാ. സകല പ്രാർത്ഥനകളിലും എന്താ കിട്ടും? മുഴത്തിന് 3 എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പാപിയാണ്, എൻ്റെ പാപം അവരോട് പൊറുക്കണമേ, ഞാൻ ജനിച്ചത് തന്നെ പാപിയായിട്ടാ. ഇത് പറയുന്ന പിന്നെ എന്തെങ്കിലും രക്ഷപ്പെടുമോ? ഒരു അടിമത്തം ഉണ്ടാക്കി നീ ഭാവിയാണ്, അതല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കഴിവ് കൊണ്ടല്ല, അതെല്ലാം മേളിലിരുന്ന് ഇങ്ങോട്ട് തരുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അവനവൻ്റെ തന്നെ അവൻ്റെ ചിന്താശേഷിയും അവൻ്റെ കഴിവിനെയും അവൻ്റെ ക്രിയാശേഷിയും നശിപ്പിച്ച് വെറും ഒരു പാപിയാണ്. ആയുഷ്കാലം, അതായത് ഒരു ഫോർമാറ്റ് ചെയ്ത് വിടുക അവനെ. അതായത് അവൻ്റെ ജനനം മുതൽ മരണം വരെ മേളിൽ ഇരുന്ന് ഇതെല്ലാം ഒരാൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം ഇതാണെന്ന് പറഞ്ഞ് അവൻ്റെ അവൻ ജീവിതാവസാനം വരെ ഇതെല്ലാം മേളിൽ ഒരുത്തം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ പേടിച്ചാ ചെയ്യുന്നത്. മനസ്സമാധാനമായിട്ടൊരു തെറ്റ് പോലും ചെയ്യാൻ വയ്യാതെ വൃത്തിയായിട്ട് അവനൊരു ഭാവം പോലും ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എന്നാൽ അവന് നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ടോ? അവൻ നന്നായിട്ട് നടക്കാൻ പറ്റാത്ത ഒരു രണ്ടും കെട്ട അവസ്ഥയിലേക്ക് അവൻ്റെ മനസ്സിനെ ഈ ഒരു സെൽഫ് എന്താ പറയുക, അവൻ്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള പാപബോധങ്ങൾ ഉണ്ടാക്കി ഏറ്റവും വൃത്തികെട്ട കച്ചവടം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വിശേഷിപ്പിക്കാവുന്ന ഒരു ബിസിനസ്. മോശമായ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ വിശ്വാസികൾ. വിശ്വാസം തെറ്റോ ശരിയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. ഒരിക്കലും എന്തെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കാനോ അവനെ ചൂഷണം ചെയ്യാനോ അവനെ ബന്ധനസ്ഥനാക്കാനോ, കൂദാശകൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അവനെ പിടിച്ച് തൊടലിടുന്നതല്ലേ? അവനെ പിടിച്ചു കിട്ടാനുള്ള തൊടലുകളാണ് കൂദാശകൾ എന്ന് പറയുന്നത്. മാമോദിസ ഇല്ലെങ്കിൽ ശരിയാവില്ല, കുർബാന കൈക്കൊണ്ടില്ലെങ്കിൽ ശരിയാവില്ല, കുർബാന കണ്ടില്ലെങ്കിൽ കുഴപ്പമാണ്. ക്രിസ്തു ഈ പറഞ്ഞ ഇവരുണ്ടാക്കിയ ഈ സഭയുടെ ഔപചാരികമായ കൂദാശകൾ എടുത്തു കഴിഞ്ഞാൽ ക്രിസ്തു ആരുടെയും മാമോദിസ നടത്താനായിട്ട് കണ്ടിട്ടില്ല.
ക്രിസ്തു ആരുടെയും കല്യാണം നടത്തി കൊടുത്തായിട്ട് കണ്ടിട്ടില്ല. ക്രിസ്തു ആരുടെയും ശവടക്കം ഉണ്ടാക്കിയതോ അവരുടെ 41 മടി നടത്തിയതായിട്ടോ നമ്മൾ കാണുന്നില്ല. ക്രിസ്തു ഏതെങ്കിലും ആഘോഷങ്ങൾക്ക് അധ്യക്ഷത വഹിച്ചായിട്ട് നമുക്ക് കാണുന്നില്ല. അന്നേരം ഇതെല്ലാം പൗരോഹിത്യ വർഗത്തിൻ്റെ ഓരോ തരത്തിലുള്ള ഈ വിശ്വാസികളുടെ ഒരു ഇൻവിസിബിൾ അമ്പലിക്കൽ കോഡ്, ഒരിക്കലും മുറിച്ചു കളയാത്ത ഒരു പൊക്കിൾക്കൊടി ബന്ധം ഈ സഭയുമായിട്ട് നിലനിർത്താൻ വേണ്ടി അവൻ്റെ ജനനം മുതൽ മരണം വരെ, ഇവൻ മരണം കഴിഞ്ഞാലും, അതായത് മരിച്ചാൽ പോലും വീണ്ടും അവൻ്റെ ആണ്ട് കുർബാന, ഓർമ്മ കുർബാന, ഇങ്ങനെ മരിച്ചാൽ പോലും ഇതുമായിട്ടുള്ള ഒരു അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യാത്ത തരത്തിലുള്ള ഒരു അദൃശ്യ ഇൻവിസിബിൾ അംബ്ലിക്കൽ കോഡ് ഇവർ ക്രിയേറ്റ് ചെയ്ത ഒരു കച്ചവടമല്ലേ നടത്തുന്നത്. അതെ, ഈ പറയുന്ന വിശ്വാസികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്നറിയുന്ന വിശ്വാസികൾക്ക് പോലും അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ എതിരിടാനുള്ള ഒരു മനധൈര്യമില്ല. കാരണം ചുറ്റും നിൽക്കുന്ന ഭൂരിപക്ഷം മറുപക്ഷത്താണ്. ഇവന് വ്യക്തിപരമായി ഉണ്ടാകുന്ന നഷ്ടം ഇവന് മാത്രമായി മാറുന്നു. നാളെ എനിക്കും ഉണ്ടാകാമെന്ന് അടുത്ത് നിൽക്കുന്നവൻ മനസ്സിലാക്കുന്നില്ല, അല്ല ചിന്തിക്കുന്നില്ല. മനസ്സിലാക്കിയാൽ തന്നെ അത് അന്നേരം ഞാൻ നോക്കിക്കോളാം എന്നുള്ള മട്ടിലാണ് അവൻ്റെ നിലപാടുകളും പെരുമാറ്റവും. പിന്നെ ഇതിനൊരു സ്യൂഡോ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ പറയുന്നു, നീ സുറിയാനി ക്രിസ്ത്യാനിയാ, അല്ലെ നീ റോമൻ കത്തോലിക്കനാ, അല്ലെങ്കിൽ നീ മറ്റേ ക്രിസ്ത്യാനിയാ എന്ന് പറയുമ്പോൾ അറിയാതെ മനുഷ്യൻ്റെ മനസ്സിൽ ഞാൻ എന്തോ ഒരു കൂടിയ സാധനമാണ്, ഞാൻ ബാക്കിയുള്ളവനേക്കാളും ഉയർന്നവനാണെന്നൊരു തോന്നൽ. ഇപ്പോൾ നമ്മുടെ കേരള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ ഇത്തരം വലിയ ഈ ധാടി മോടിയോട് കൂടിയുള്ള വസ്ത്ര വേഷവിധാനങ്ങളെല്ലാം. സത്യം പറഞ്ഞ് ഇന്നത്തെ കാലത്ത് കണ്ടാൽ ആരും ചിരിച്ചു പോകുന്ന വേഷം കിട്ടി അവർ നിൽക്കുന്നത് ഈ മത്രാന്മാരും അച്ഛന്മാരും അല്ല. ഒന്ന് വിശ്വാസികളെ സംബന്ധിച്ചുള്ള നിങ്ങളൊക്കെ ഒരു വേർതിരിക്കപ്പെട്ടതാന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പാരമ്പര്യം നമ്മളൊരു 2 തലമുറ, നമ്മുടെ ഒരു 2 അല്ലെങ്കിൽ 3 തലമുറയിലേക്ക് പോയി കഴിഞ്ഞാൽ ആരായിരുന്നായിരിക്കാം? മറ്റേ ഇസ്രായേലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേ രാജ്യങ്ങളിൽ നിന്നോ വന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? എല്ലാം ഇവിടെ തദ്ദേശീയരായിട്ടുള്ള ഏതെങ്കിലും ഒരു ഗോപാലൻ്റെയോ ഏതെങ്കിലും ഒരു മറ്റേ ശങ്കരൻ്റെയോ നാരായണൻ്റെയോ പിന്മുറക്കാരല്ലേ നമ്മളല്ല. അതാണല്ലോ വിടുവായനാണെങ്കിലും പി സി ജോർജ് പറഞ്ഞത് ഒരു കേശവൻ നായർ ആകേണ്ടിയിരുന്നത് ഞാനാണ്, ഇപ്പോൾ ജോർജായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ നല്ലൊരു ശതമാനം ആളുകളും ഇത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടുള്ള ഹൈന്ദവ സമുദായത്തിൽ നിന്നും, പ്രത്യേകിച്ച് ഇന്ന് ഈ സുറിയാനി ക്രിസ്ത്യാനി എന്ന് അഭിരമിക്കുന്ന നല്ല ശതമാനം ആളുകളും ഈഴവ സമുദായത്തിൽ നിന്നും മാമോദിസ മുങ്ങി വന്നേക്കുന്ന ആളുകളാണ് ഉള്ളത്. അങ്ങനെയുള്ള ഒരു ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള അവർ ഏതുമായിക്കോട്ടെ, അവർ ഈഴവനായിക്കോട്ടെ വേറെ ഏതെങ്കിലും പിന്നോക്ക വിഭാഗങ്ങളായിക്കോട്ടെ, ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ ആളുകളെ ഇത്തരത്തിലുള്ള പേരുകൾ മാറ്റി അവനെ മാമോദിസ മുക്കി ഏതെങ്കിലും ഒരു നാമവും കൊടുത്തിട്ട്, അല്ലെങ്കിൽ നീ ഏതെങ്കിലും ഒരു സഭയുടെ ഭാഗമായി എന്ന് പറഞ്ഞ് നയിക്കുന്ന ഒരു കച്ചവടമാണെന്ന് നമ്മുടെ ആളുകൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. മനസ്സിലാക്കിയിട്ടുണ്ടെന്നേ. അത് ഏതോ ഒരു സിനിമയിലെ രംഗമായി ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഓർമ്മയിരിക്കുന്നു. നായിക കാമുകനെ ആട്ടിയിട്ട് കടന്നു പോകുമ്പോൾ അവൾ ചൂടിയിരുന്ന പൂവിൻ്റെ ഒരു ഇതളടന്ന് താഴെ വീണു. അതെടുത്തിട്ട് നായകൻ മണക്കുകയും എനിക്കിത് മതി എന്ന് സംതൃപ്തി അടയുകയും ചെയ്യുന്ന ഒരു രംഗമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതാണ് ഇപ്പോഴത്തെ നമ്മുടെ വിശ്വാസികളുടെ ഒരു നിലപാട്, ഒരു മാനസിക നില അതാണ്. ഇപ്പോൾ പട്ടക്കാരൻ അല്ലെങ്കിൽ വികാരി ആട്ടിയിട്ടാണെങ്കിലും എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടത്തി തന്നാൽ മതി, ഇനി എൻ്റെ വസ്തുവിൻ്റെ പകുതി എടുത്തുകൊണ്ടിട്ടാണെങ്കിൽ വേണ്ടിയല്ല, എനിക്കൊരു ജോലി കിട്ടിയാൽ മതി എന്നുള്ള നിലയിൽ വിനീത വിധേയരായി നിൽക്കുന്ന ആളുകളാണ് ഇവരെ വഷളാക്കുന്നതും. അത് നമ്മുടെ ജിജി തോംസൺ ഒരു യോഗത്തിൽ കൃത്യമായി മെത്രാന്മാരെ എഴുതിക്കൊണ്ട് പറയുന്നുണ്ട്. എനിക്ക് കേട്ടതിൽ ഏറ്റവും മനോഹരമായി തോന്നിയ ഒരു പ്രസംഗം അത്. സഭയുടെ പരമാധ്യക്ഷൻ എന്ന പദം പ്രയോഗിച്ചപ്പോഴായിരുന്നു അദ്ദേഹം വന്നിട്ട് പറഞ്ഞത്. അന്നേരം ഈ പരമമായ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല. അന്നേരം യേശുക്രിസ്തുവിന്റെ സ്ഥാനം എവിടെയാണ് എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചത് വളരെ റിലവൻ്റ് ആയിട്ട് ഇവരുടെ മുഖത്ത് നോക്കിയത് ചോദിച്ചിരുന്നു. അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റും, എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ITV ന്യൂസിനെ സംബന്ധിച്ചോളം ഈ കഴിഞ്ഞ വർഷങ്ങളായി നമ്മളും ജനങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരിക്കലും ഒരു ദൈവമില്ലെന്നോ ദൈവവിശ്വാസത്തിനെതിരായിട്ടോ അല്ല. കാരണം അതിനകത്ത് കാണുന്ന ഒരു പോസിറ്റീവ് എലമെൻ്റ് എന്ന് പറയുന്നത് ഒരു സൃഷ്ടാവുണ്ടെന്നും ഒരു സർവശക്തനുണ്ടെന്നും ആ സൃഷ്ടാവ് ഉണ്ട് എന്നൊരു പ്രത്യാശ കൊടുക്കുന്നത് കൊണ്ട് ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. കാരണം ഒരാശ്രയവും ഇല്ലാതിരിക്കുമ്പോൾ ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ടെന്ന് വിചാരിക്കുകയും തങ്ങളുടെ ഹൃദയവിചാരങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുകയും പ്രാർത്ഥിക്കുകയും നാളെ ഇതെല്ലാം കാണുന്നവൻ നാളെ എനിക്ക് തരുകും എന്നൊരു ശുഭാപ്തി വിശ്വാസത്തിൽ പോകുന്ന ഒരു പോസിറ്റീവ് എലമെൻ്റ് ഉണ്ട്. എന്നാൽ മറുവശം എന്ന് പറയുന്നത് ഈ പറയുന്ന സഭകളെന്ന് പറയുന്ന ഈ ആത്മീയ കുറുവാ സംഘം ആ പേരിൽ അല്ലെങ്കിൽ അവരുടെ പ്രതിപുരുഷനാണ് എന്നും പറഞ്ഞ് ഇവന്മാർ നടത്തുന്ന ഈ തട്ടുതരികളെ പരിപാടികളും ഇല്ലാതാക്കി യേശുക്രിസ്തു പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി അവൻ്റെ ഹൃദയങ്ങളാകുന്ന ദേവാലയങ്ങളിൽ ദൈവത്തെ പ്രതിഷ്ഠിച്ച്
അവൻ്റെ ഇന്ദ്രിയങ്ങളാകുന്ന അറകളുടെ വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രവർത്തിക്കാൻ പറ്റാവുന്ന തരത്തിലേക്ക് ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകൾ കഴിഞ്ഞാൽ ഇന്ന് നല്ലൊരു ശതമാനവും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകത്തില്ല. ഇന്ന് ഈ യഥാർത്ഥത്തിൽ സകല പ്രശ്നങ്ങളുടെയും ഒരു മൂല കാരണം എന്ന് പറയുന്നത് ഈ സഭകളും ഈ ആത്മീയ കച്ചവടക്കാരുമല്ലേ? അതെ. അതിൻ്റെ ഏറ്റവും വൃത്തികെട്ട ഒരു മാതൃകയല്ലേ, ഉദാഹരണമല്ലേ കൃപാസനം എന്ന് പറയുന്ന സാധനം. ഈ ഉത്തരാധുനിക കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ യുഗത്തിൽ മനുഷ്യൻ്റെ ചിന്തകളെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്ന ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഒരു പത്രം വായിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്നും സകല രോഗവും പൊറുക്കപ്പെടുമെന്നും അത് ചെയിനായിട്ട് വിതരണം ചെയ്തെന്ന പുണ്യം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന, അതിന് പുറകെ ആളുകൾ അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന തരത്തിൽ സമ്പത്തും വിജ്ഞാനവും ഉണ്ടെന്ന് അറിയപ്പെടുന്ന ആളുകൾ തന്നെ അവിടെ ക്യൂ നിൽക്കുമ്പോൾ നമ്മൾ അയ്യോ പാവം നല്ലത് എന്താ പറയുക? ഈ നാടിനെക്കുറിച്ച് പ്രതീക്ഷ പോലും വേണ്ടെന്നുള്ളൊരു മാനസികാവസ്ഥ ഇടയ്ക്ക് ചിലപ്പോൾ എനിക്കുണ്ടാവാറുണ്ട്. പക്ഷേ ചില മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളതിന് സൂചനകളുമുണ്ട്. ഇപ്പോൾ എറണാകുളം അങ്കമാലി രൂപതയും സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക നേതൃത്വമായിട്ടുള്ള ഒരു പോർവിളിയിൽ അല്ലെങ്കിൽ പോരാട്ടത്തിൽ ചില സത്യങ്ങൾ വെളിവാക്കപ്പെടുന്നുണ്ടല്ലോ. ഈ വിശ്വാസികൾ ഇത് അറിയുമെന്ന് ഭയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞ് വിശ്വാസികൾക്ക് ബോധമുണ്ടാകുമെന്ന് കരുതിയിരുന്ന കാര്യം തന്നെ ഇവന്മാരുടെ തമ്മിലടികൾ കൊണ്ടും ഇവന്മാരുടെ ഈ മെനകെട്ട പരിപാടികൾ കൊണ്ടും ജനങ്ങൾക്ക് വെളിവായില്ലേ? കാരണം ഇവന്മാരുടെ ഈ കുർബാനകളിലും ഈ ചവിട്ടുനാടകത്തിനകത്തും യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് സ്വയം ശവക്കുഴി തോണ്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ അവസ്ഥയായില്ലേ ഇവന്മാര്? കാരണം ഇവര് ഏറ്റവും പവിത്രമെന്നും പരിപാവനമെന്നും പറയുന്ന കുർബാനയെ തന്നെ ഇവന്മാർ അപമാനിച്ചില്ലേ? ഒന്ന് കാസായും പീലാസായും എടുത്തുകൊണ്ട് ഓടുക, അവർ തന്നെ വിവരം കെട്ടവരാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. യേശു ഒരിക്കലും ക്രിസ്ത്യാനി ആയിരുന്നില്ല. യേശു ഒരു സഭയും ഉണ്ടാക്കിയിട്ടില്ല. ഒരു രാജാവ് ഉണ്ടാക്കിയ സഭയുടെ എല്ലാ അടയാളങ്ങളും ഇപ്പോൾ കാണുന്നുണ്ട്. രാജാധികാരവും രാജഭരണവുമാണ് സഭകളിൽ നടക്കുന്നത്. 16-ാം നൂറ്റാണ്ട് വരെ സ്വതന്ത്രമായ സഭയായിരുന്നു ഈ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ സഭ. അതിൻ്റെ പൂർവികത എന്ന് പറയുന്നത് യാക്കോബായ സഭയാണ്. അന്ധവിശ്വാസി സമൂഹത്തിൻ്റെ കൂട്ടമാണ് യാക്കോബ സഭയായി ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിൽ നിന്ന് പിരിഞ്ഞവരാണ് മറ്റു പലരും. സീറോ മലബാർ സഭയെ അതിൽ നിന്ന് പിരിഞ്ഞൊരു വിഭാഗം. അതെ. അല്ല, ഇന്ന് ഈ നവീകരണ സഭകൾ എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ അതിൽ നിന്ന് പിരിഞ്ഞ് കാച്ചിൽ പിരിഞ്ഞ പോലെ ഉണ്ടായ സഭകളെ സംബന്ധിച്ചിടത്തോളൂ നവീകരണം പറഞ്ഞും ഈ വിശുദ്ധിയും വേർപാടും എല്ലാം പറഞ്ഞ് തുടങ്ങിയവരെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ഈ ഇവരുടെ ആ പിരിഞ്ഞ സഭകളെ വെല്ലുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ അനുഷ്ഠാനങ്ങളിലാണെങ്കിലും ആചാരങ്ങളിലാണെങ്കിലും വിശ്വാസങ്ങളിലാണെങ്കിലും ഈ താരിപ്പുകളിലാണെങ്കിലും അവർ അധപ്പതിച്ച് കഴിഞ്ഞു. അതുപോലെ സമ്പത്ത് വന്നു കഴിഞ്ഞപ്പോൾ തുടക്ക കാലഘട്ടത്തിൽ അവർ വേദപുസ്തകത്തിന് അവർ ഇമ്പോർട്ടൻസ് നൽകുകയും വചന അനുഷ്ഠിച്ച് അവർ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാലും പണം വരുന്നു കഴിഞ്ഞപ്പോൾ ആ പുതിയ തലമുറകൾക്ക് പണം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഏറ്റവും വലിയ ആഡംബരപ്രിയരായി മാറുകയും ഏറ്റവും വലിയ പള്ളികൾ പണിയുകയും ഇവർ മറ്റ് പള്ളി പെരുന്നാളുകളൊക്കെ വളരെ ലളിതമായി ഒക്കെ ആചരിച്ചിരുന്നവർ ഇന്ന് ഏറ്റവും വലിയ ആഘോഷമായി മാറുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രസക്തി ശരിക്കൊരു റിഫോർമേഷൻ, ഇപ്പോൾ നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് തന്നെ വീണ്ടും വരുന്നു. KCRM പോലുള്ള അല്ലെങ്കിൽ ഈ റിഫോർമേഷൻ മൂവ്മെൻറ്റുകളിൽ യഥാർത്ഥത്തിൽ ഒരു റിഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം കാണുമോ? ഈ ക്രൈസ്തവ അല്ല ഈ സഭകളെന്ന് ഇവർ വിളിക്കുന്ന ഈ കച്ചവട കൂട്ടങ്ങൾ ഒരു ഭാവി എന്തായിരിക്കും ഇത്തരം റിഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ? റിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഫോം മാറ്റുക എന്നുള്ളതാണ്. നിലവിലുള്ള സംവിധാനവും അതിൻ്റെ ഒരു ആകൃതി സ്വഭാവങ്ങളൊക്കെ മാറ്റപ്പെടും. അപ്പോൾ പിന്നെ ഇപ്പോഴുള്ള സമയമല്ല അത്, പുതിയൊരു സംവിധാനം. സുനിൽ ഇടയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ ഈ നിരാശപ്പെടുന്ന അല്ലെങ്കിൽ ഭാവിയിൽ ഒരു പ്രത്യാശയില്ലാത്ത ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുന്ന മനുഷ്യന് ഒരാശയം അല്ലെങ്കിൽ ഒരാശ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്തരം സംവിധാനങ്ങൾ നിലനിൽക്കണമെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. അത് അവൻ്റെ അജ്ഞതയുടെ അടിസ്ഥാനത്തിലാവരുത്, അജ്ഞതയുടെ ചൂഷണം ചെയ്യലും ആവരുത്. അത്രയും മാത്രമേ നമുക്ക് നിലപാടുള്ളൂ. എനിക്കും ഇപ്പം സാറ് പറഞ്ഞതിനോട് യോജിക്കുന്നു. കാരണം ഈ പറയുന്ന പോലെ ഇതിനെയെല്ലാം നശിപ്പിച്ച് കളയുക എന്നതിലുപരി ഇത്തരം പ്രസ്ഥാനങ്ങളെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് റിഫോം ചെയ്ത്, അതായത് ക്രിസ്തുവിൻ്റെ വചനങ്ങളെ, അതായത് ക്രിസ്തുവിൻ്റെ കാണിച്ചു തന്ന മാതൃകയെ, സ്നേഹം, ക്ഷമ, ദീർഘക്ഷമ, സൗമ്യത, ഇന്ദ്രജയം, പരോപകാരം, ഇത്തരം ആ ഗുണങ്ങൾ ജീവിതത്തിലൂടെ ഒരു നല്ല ശമരിയാക്കാരൻ്റെ പോലെ തന്നെ ജീവിച്ച് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുന്ന തരത്തിലേക്ക് ഈ മതക്കച്ചവടക്കാരന്മാരും അല്ല ഈ കുപ്പായ വിട്ട ഈ ലോകത്തൊഴിലാളികളും ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളും പ്രവർത്തിച്ച് അത്തരമൊരു തരത്തിലേക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമാകും. ആ ഒരു തരത്തിലേക്ക് ഇവരെ മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. അപ്പോൾ അതാണല്ലോ ഇവർ ഇപ്പോൾ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്ന ഒരു രംഗം.
ഞങ്ങൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ചാരിറ്റി ചെയ്യുന്നില്ലേ? രോഗി ശുശ്രൂഷ നടത്തുന്നില്ലേ? ആശുപത്രി നടത്തിയിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടല്ലേ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞാൽ പിടിച്ചു നിൽക്കുന്നത്. അവിടെ ജോലിയെടുക്കുന്ന ഏതാനും ചില മാന്യന്മാരും അല്ലെങ്കിൽ വ്യക്തിപരമായ ഉള്ള നന്മ കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ചില ആളുകൾ അവരെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഈ നമ്പറുകൾ ഇറക്കുന്നത്. അധികാര സ്ഥാനങ്ങളെല്ലാം തന്നെ വഷള. ഒരു മെത്രാനും ശരിയല്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ പാലായിൽ ഞങ്ങളുടെ കല്ലടങ്ങാട്ട് മെത്രാൻ ചെയ്തിരിക്കുന്നത്. മാർസിലിവ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നമ്മുടേതാണെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. എല്ലാ പ്രസ്ഥാനം തുടങ്ങുന്നത് അങ്ങനെ കേട്ടോ. പള്ളിക്കൂടം തുടങ്ങുമ്പോഴും കോളേജ് തുടങ്ങുമ്പോഴും നമ്മുടേതാണെന്ന് പറഞ്ഞാൽ ഈ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഞങ്ങളുടേതാണ്. നീ കാശ് തന്നോണം പൊക്കോണം. പിന്നെ അവിടെ തിരിഞ്ഞു നിൽക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും നിനക്ക് അവകാശമില്ല. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഒരു സംശയം ഉന്നയിച്ചൊരു കത്തയച്ചാൽ മറുപടി നൽകാൻ മര്യാദയില്ലാത്ത വിവരം കെട്ട കൂട്ടരാണ് ഈ പറയുന്ന മെത്രാന്മാരെന്ന് പറയുന്ന അഹങ്കാരികളുടെ കൂട്ടം. അത്ര മോശമാണ് അവരുടെ ചിന്താഗതി, നിലപാട്. രാജാധികാരത്തിൻ്റെ ആ ഉന്മത്തതയിൽ മതിമറന്ന് ഉല്ലസിക്കുന്ന ആളുകളായിട്ട് അവർ മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനാണ് ഒരു മാറ്റം ഉണ്ടാവേണ്ടത്. പൗരോഹിത്യ കേന്ദ്രീകൃതമായ ഏത് സംവിധാനത്തിനും ഉണ്ടാകുന്ന അപചയം അത് തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ക്രിസ്തു ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞത് ആരെയാണ്? ബൈബിൾ സുവിശേഷം വായിച്ചു നോക്കൂ. നാക്കെടുത്ത ആദ്യം തെറി പറഞ്ഞുകൊണ്ടിരുന്നത് പുരോഹിതരെയാണ്. ക്രിസ്തു മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരെ മാത്രമാണ്. അത് തന്നെയാണല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൗരോഹിത്യത്തിനുമാണ് അടിസ്ഥാനപരമായി മാറ്റം ഉണ്ടാവേണ്ടത്. ഈ പുരോഹിത പരിശീലന സംവിധാനം തന്നെ അഴിച്ചു പണിയണം. ആദ്യമായി ഇതിൻ്റെ അധികാര ഘടന അഴിച്ചു പണിയണം. ഇന്ന് ജനാധിപത്യത്തിൻ്റെ കാലഘട്ടമല്ലേ? ഏകാധിപത്യ കാലഹരണപ്പെട്ട സംവിധാനമല്ലേ? അതെന്തുകൊണ്ട് നമ്മുടെ ജനം മനസ്സിലാക്കുന്നില്ല? അല്ലെ, കൃത്യമായിട്ടും ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വിശ്വാസികൾ എന്ന് പറയുന്നത് ഈ അടിമക്കൂട്ടം അല്ലേ ഇതിന് ഉത്തരവാദികൾ. കാരണം ഇതിൻ്റെ പിന്നിൽ ഇവർ ചോദിക്കുമ്പോൾ നിനക്കൊക്കെ എന്താണ് കുഴപ്പം? വിശ്വാസികൾ ഞങ്ങൾക്ക് പൈസ തരുന്നു, വിശ്വാസികൾ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നു, ഞങ്ങൾ പറയുന്ന പള്ളികൾ അവർ വെക്കുന്നു, ഞങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർ തരുന്നു, ഞങ്ങൾ ചാരിറ്റിക്ക് പണം തരണമെന്ന് പറയുമ്പോൾ അവർ തരുന്നു, ഞങ്ങളുടെ കൂടെ ഒപ്പം അവർ നിൽക്കുന്നു, പിന്നെ നിനക്കൊക്കെ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. പക്ഷേ വിശ്വാസി എന്ന് പറയുന്ന ഈ പണം നൽകുന്ന അല്ലെ ഇവരെ തീറ്റിപ്പൊട്ടുന്ന അവരൊരിക്കലും മനസ്സിലാകുന്നില്ല. അവൻ്റെ പണം കൊണ്ട് അവൻ്റെ ചോരയും നീരും കൊണ്ട് അവൻ പള്ളി ഉണ്ടാക്കുന്നു, അവൻ്റെ ചോരയും നീരും ഉണ്ടാക്കി ഉള്ള പണം കൊണ്ട് അവൻ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നു, ഇതിൽ നിന്നുള്ള വരുമാനങ്ങളെല്ലാം ഇവൻ എടുക്കുന്നു. അവിടെ ഒരു അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവൻ ഡൊണേഷൻ കൊടുക്കണം, അവിടെ ഒരു ജോലി വേണമെങ്കിൽ ഇവൻ ഡൊണേഷൻ കൊടുക്കണം, ഇവനൊരു ശവോടക ശുശ്രൂഷ നടത്തുന്നത് അതിന് പൈസ വേണം. എല്ലാ കൂതാശകളും പ്രൈസ് ടാഗഡല്ലേ? അവർ പറയുന്ന പണം കൊടുത്ത് അവൻ കൊടുത്ത പള്ളിയിൽ അവൻ അടിമയായിട്ട് മാസം കപ്പവും കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു കച്ചവടത്തിൻ്റെ, അതായത് സീറോ റിസ്ക് ഗെയിം എന്ന് പറയും. ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ ഒരു റിസ്കോ ഇല്ലാതെ എവിടോ കിടന്ന് ഒരു 5 മീറ്റർ ഒരു തുണി അടിച്ചിട്ട് നല്ല ബിസിനസ് ഇതാണ്. ഭക്തി വ്യവസായമാണ് ഏറ്റവും മുതൽ മുടക്കില്ലാതെ ലാഭകരമായി ചെയ്യാവുന്ന ഒരേ ഒരു പ്രസ്ഥാനം. ഈ ലോകത്ത് വലിയ അധ്വാനമോ ബുദ്ധിശക്തിയോ ഇല്ലാതെ നടത്താവുന്ന ഒരേ ഒരു കാര്യം അതാണ്. സാധാരണ ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് പഠിച്ചു, അവൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എത്താവുന്ന ഒരു ഉന്നത പദവി എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ. ഒരു IAS ഉദ്യോഗസ്ഥനേക്കായാലും അല്ലെങ്കിൽ അവനേക്കായാലും പവറിലാണ് ഈ പറയുന്ന ഒരു 5.5 മീറ്റർ തുണി ഇട്ട് 10ാം ക്ലാസ് IAS ഉദ്യോഗസ്ഥനും എഞ്ചിനീയറും ഡോക്ടറും പോയി ഇയാളുടെ മുമ്പിൽ ഇങ്ങനെ കുഞ്ഞു നിൽക്കുകയല്ലോ. പിന്നെ അയാൾ സ്വയം ഉയർന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഹൃദയം തകർന്നു പോയത് ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി പിതാവേ എന്ന് പറഞ്ഞ് ഇവന്മാരുടെ മുന്നിൽ പോയി കുഞ്ഞു നിന്ന് ഇത് ചെയ്യുന്നത് കണ്ടു. അന്നേരം അതിലൂടെ നൽകുന്ന സന്ദേശം എന്താണ്? സുപ്രീം കോടതി ജഡ്ജി പോലും ഞങ്ങളുടെ മുന്നിൽ വന്ന് കുഞ്ഞു നിൽക്കുന്നു, പിന്നെ നിനക്കൊക്കെ എന്തരേ എന്നുള്ളൊരു ഒരു വലിയ മെസ്സേജ് നൽകുന്നത്. അന്നേരം മനസ്സിലാകുന്നത് ഈ വിശ്വാസികൾ യഥാർത്ഥത്തിൽ ഇത് ഈ പറയുന്ന രാജകീയ പുരോഹിതർ അല്ലെ പൗരോഹിത്യ വർഗം എന്ന് വിശേഷിപ്പിച്ചത് നമ്മളെ തന്നെയാണ്, വിശ്വാസി സമൂഹത്തെയാണ്. അന്നേരം ഇപ്പോഴും ക്രിസ്തുവിനെ ക്രൂശിലേറ്റിയ ആ പൗരോഹിത്യവർഗത്തിൻ്റെ പിൻഗാമികൾ ഇന്നും ക്രിസ്തുവിനെ മാർക്കറ്റ് ചെയ്ത് ഇന്ന് ഈ പറയുന്ന പോലെ കച്ചവടം അടിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്നത് ഇവരുടെ പ്രസക്തി എന്താണ്. ഈവൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു നന്മയുടെ ഒരു അംശം നമ്മൾ പറഞ്ഞു. ഒന്ന്, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ഇവർ മര്യാദയ്ക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ആളുകൾക്ക് പറഞ്ഞു നൽകുകയും ചെയ്യുന്ന ഒരു പണി ഇവർ ചെയ്താൽ ഇവർക്ക് ഏതാണ്ട് ഒരു പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് പറയാം. അത്തരം ആ പണി ചെയ്തു പോകുമ്പോൾ ഇവരെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് ഒരു കൂതാശക്കുപ്പായ തൊഴിലാളികൾ, ഒരു എന്താ പറഞ്ഞ ഒരു മറ്റേതെങ്കിലും ഒരു തൊഴിൽ പോലെ തന്നെ ഒരു തൊഴിൽ ചെയ്യുന്നവർ എന്ന തരത്തിലേക്ക് ഇവരെ കാണാൻ വിശ്വാസികൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? അടിസ്ഥാനപരമായി അത്രയേ ഉള്ളൂ. വിശ്വസിക്കുന്നവരുടെ ആത്മീയ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം മാത്രമാണ് പൗരോഹിത്യം, അല്ലാതെ ഭരിക്കാൻ വേണ്ടിയിട്ടല്ല. ബൈബിള് ക്രിസ്തു തന്നെ പറയുന്നില്ലേ, യേശു തന്നെ പറയുന്നുണ്ട്,
നിങ്ങൾ എങ്ങനെയാവരുതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾ ഭരിക്കാൻ പോകരുത്, നിങ്ങൾ ഒന്നാവാനാവാൻ ശ്രമിക്കരുത്, പ്രമുഖ സ്ഥാനം ആഗ്രഹിക്കരുത്, നിങ്ങൾക്കുള്ളതെല്ലാം ദാനം ചെയ്തിട്ട് നിങ്ങൾ മാന്യനാവാനാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സേവനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പകരം ഇപ്പം എന്താണ് ഭരിക്കുന്നു. ഇവന്റെ തെണ്ടലിന് പൈസ തെണ്ടുന്നത് പോലും കൽപ്പന. രാജ്യത്തെ മറ്റ് നീതിന്യായ സംവിധാനങ്ങളെ സമീപിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം ഇവന്മാരുടെ വാറോലുകൾക്ക് കൽപ്പന എന്ന് പറയുക, ഇവരുടെ ആ ഈ കടലാസ് കഷ്ണങ്ങൾ വായിക്കുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിന്ന് മെഴുകുതിരിയും കത്തിച്ച് പിടിച്ച് നിൽക്കേണ്ട അവസ്ഥ. അല്ല, പാവപ്പെട്ട സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ട്. അതാണല്ലോ അവരെ ഈ പിടിച്ചു കെട്ടിയിടുന്ന തുടലുകളുടെ ഉദാഹരണം നമ്മൾ പറഞ്ഞല്ലോ. കല്യാണം കഴിക്കണമെങ്കിൽ അവരുടെ അടുത്ത് പോകണം, മരിച്ചനെ കുഴിച്ചിടണമെങ്കിൽ അവരുടെ അടുത്ത് പോയാലേ നടക്കുമെന്നാണ് സാധാരണ ജനത്തിൻ്റെ വിശ്വാസം. ഈ കൂതാശപ്പണിക്കാരന്മാർ നടത്തുന്നത് വിറ്റാൽ മാത്രമേ ഒരു വിവാഹം നടക്കത്തുള്ളൂ. ഇവരടക്കം നില കാർമ്മികരായിട്ട് നിന്നാലേ അവർക്ക് മക്കളുണ്ടാകത്തുള്ളൂ. അവരുടെ കുടുംബജീവിതത്തിലെ മറ്റു കാര്യങ്ങൾ അവർക്ക് ഇവരടക്കം നിലക്കാരായിട്ട് നിന്നാലേ നടക്കത്തുള്ളൂ. അതുപോലെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ജനങ്ങളെ ഒരു 80-85% വരുന്ന ജനങ്ങളെ എന്ത് ചെയ്യുന്നത്? അവരാരും സ്വർഗത്തിൽ പോകത്തില്ല, ഇവർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. എൻ്റെ മനസ്സിലേക്ക് ഒരു സംഭവം ഓടി വരുന്നുണ്ട്. എൻ്റെ സുഹൃത്ത് പറഞ്ഞതാണ്. നമ്മുടെ പഴയകാല കോൺഗ്രസ് നേതാവായിരുന്നല്ലോ M.A. ജോൺ. വലിയ മുദ്രാവാക്യം വിളിച്ച് വലിയ പ്രതീക്ഷയുടെ ഒരു ബുദ്ധിജീവിയായിരുന്നു അദ്ദേഹം. പക്ഷേ കോൺഗ്രസിന് പറ്റിയ നേതാവല്ലായിരുന്നു എന്നുള്ളതാണ് പുള്ളിക്കുണ്ടായ കുഴപ്പം. അദ്ദേഹം അല്പം യുക്തിവാദി കൂടിയായിരുന്നു. അതുകൊണ്ട് എന്തു വേണ്ടി പുള്ളി കല്യാണം കഴിച്ചത് പള്ളിയിൽ വെച്ചല്ല, ഒരു പെണ്ണെ രജിസ്റ്റർ മാര്യേജ് ചെയ്ത് വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുകയായിരുന്നു. ഇങ്ങേർക്ക് കുട്ടിയുണ്ടായപ്പോൾ അയൽപക്കത്തെ വിശ്വാസികളായ ആളുകളെല്ലാം ചെന്നിട്ട് ജനലിൽ എത്തി വരഞ്ഞ് നോക്കിയിട്ട് കൊച്ചിന് കാലുണ്ടോ, കൈയുണ്ടോ, വാലുണ്ടോ, ഇതൊക്കെയായിരുന്നു അന്വേഷണം എന്നാണ് പറഞ്ഞത്. അത്രയോടെ നമ്മുടെ ആളുകളുടെ ചിന്താശക്തി. ഈ അച്ഛൻ വെഞ്ചരിച്ചില്ലെങ്കിൽ പിന്നെ മൊത്തം കുഴപ്പമാണെന്നാണ്. അത് ഈ ക്രിസ്ത്യാനികൾ മാത്രമല്ല, അക്രൈസ്തവർ കൂടി, അവിശ്വാസികൾ കൂടി ഇത് ചിന്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഈ പറയുന്ന പോലെ ഇന്ന് അത്യാവശ്യം നല്ല സാമ്പത്തികമായിട്ടുള്ള ഒരുത്തനാണെങ്കിൽ ഇന്ന് അവൻ്റെ വിവാഹത്തിൻ്റെ കാർമ്മികനായിട്ട് ബിഷപ്പിനെ വിളിക്കും, അല്ലെങ്കിൽ മെത്രാനെ വിളിക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടിയ അച്ഛനെ വിളിക്കും. ഇതെല്ലാം നടത്തിയിട്ടും ഇന്ന് കേരളത്തിലെ, നമ്മൾ ലോകത്തിലെ എങ്ങും പോകണ്ട, കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് കുടുംബ കോടതികളിൽ ഏറ്റവും കൂടുതൽ ഡിവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തേക്കുന്നത് ക്രൈസ്തവ കുടുംബാംഗങ്ങളാണ്. അതുപോലെ തന്നെ വൈദികർ എത്രയോ പേർ, ഇപ്പോൾ തിരുവല്ലയിലെ ഒരു കോടതി, ഞങ്ങളൊരു കുടുംബ കോടതി സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എന്ന് പറഞ്ഞാൽ 12 കേസുകൾ പെൻഡിങ് വിവിധ ക്രൈസ്തവ സഭകളിലെ വൈദികർ കൊടുത്തേക്കുന്ന ഡിവേഴ്സ് പെറ്റീഷൻസാണ്. അന്നേരം ഇതുപോലുള്ള ഇതിനെ ഓരോരുത്തർക്കും അളവനുസരിച്ചിട്ട് നമ്മൾ പെട്ടി തയ്യാറാക്കുക എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും റിക്വയർമെൻറ്റ് അനുസരിച്ച് പല സഭകൾ പല രൂപത്തിൽ വിവാഹം കഴിക്കാവുന്നവന്, ചിലവന്മാർക്ക് വിവാഹം കഴിക്കാത്തവന്മാർ, ചിലർക്ക് മക്കളാകാവുന്നവർ, എന്നാൽ പ്രത്യക്ഷത്തിൽ മക്കൾ പാടില്ലാത്തവർ, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള രീതിയിൽ ഇവന്മാരിതിനെ കൊണ്ടുനടക്കുന്നുണ്ട്. ഇതിന് ആരും ചോദിക്കാനും പറയാനോ നിയമമോ സംവിധാനങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ. അന്നേരം ആ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗാർഹിക പീഡനം നടക്കുന്നത് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഷൈനി, ജ്ഞാനായ കത്തോലിക്ക സമുദായത്തിലെ ഷൈനിയും മക്കളും ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഒരു വൈദികനുള്ള ഒരു ഫാമിലിയാണെന്ന് ഓർക്കണം. അതുപോലെ ഏറ്റവും കൂടുതൽ ആ വൈദികനാണ് അത് ഏറ്റവും വഷളാക്കാൻ ശ്രമിച്ചതെന്നുള്ളതാണ്. ആ പെണ്ണിൻ്റെ ജീവിതോപാധി ചെയ്സ് ചെയ്ത പെണ്ണിനെ വേട്ടയാടിയതും അയാളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അന്നേരം ഇതിന് ആ പെണ്ണിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ അയാൾക്കെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല, ഉണ്ടാവുമെന്ന് വിചാരിക്കാൻ വഴിയില്ല, ഒന്നുമില്ല. ആ ഒരുത്തനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഇവർ കാര്യങ്ങൾ ശോഭകേടുകൾ ചെയ്ത് കൂട്ടിയത്. കാരണം ആ ഒരു പൗരോഹിത്യ നാമധാരിയെ രക്ഷിക്കുവാൻ വേണ്ടി. അന്നേരം ഇത്തരത്തിലുള്ള ഗാർഹിക പീഡനങ്ങൾ, ശിശുപീഡനങ്ങൾ, ഏറ്റവും കൂടുതൽ ഈ റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ പീഡനങ്ങൾ നടന്ന കേസുകളിൽ സാമ്പത്തിക തട്ടിപ്പുകൾ, ഡ്രഗ് ഉപയോഗം എന്ന് കഴിഞ്ഞാൽ ഡ്രഗ് ഉപയോഗം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ തട്ടിപ്പുകൾ, ബ്ലേഡ് ബാങ്കുകൾ പൊട്ടിയേക്കുന്നതൊക്കെ ഏറ്റവും കൂടുതൽ നാട്ടിൽ പൊട്ടിച്ചേക്കുന്നത് ഇവരാണ്. നാട്ടിൽ ഇവന്മാർ ഈ കല്ലറങ്ങാട്ട് ബിഷപ്പ് ഇവന്മാരും ഒക്കെ ലഹരിക്കെതിരെ എന്ന് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബാർ മുതലാളിമാരാരാ? അച്ചായന്മാരാ. ഏറ്റവും കൂടുതൽ കഞ്ചാവ് കൃഷിക്ക് പോകുന്ന ആൾക്കാരാരാ? ഈ ഇടുക്കിയിലെയും വയനാട് ഉൾപ്പെടെയും മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കഞ്ചാവ് കൃഷിക്ക് നേതൃത്വം കൊടുക്കുന്നവരാ? ക്രിസ്ത്യാനികളാണ്. എന്നിട്ട് ഇവർ ഇത്രയും കൂതാശകളും കുർബാനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നടത്തിയിട്ടും ഇവർ ഈ തരത്തിലേക്കാണ് ഈ സമുദായം പോകുന്നതെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് സോഷ്യലായിട്ടുള്ളത് നോക്കുക. ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഉന്നമനം ഓരോ വർഷവും എത്ര, ഇപ്പം ഏറ്റവും ക്ലാസ് 1 കരിയർ തന്നെ നോക്കില്ല, എത്ര IAS ഓഫീസേഴ്സ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഗവൺമെൻറ് സർവീസിൽ
എത്ര ക്രൈസ്തവ സമുദായങ്ങളുണ്ട്, നാമധാരികൾ വരുന്നുണ്ട്. അത് കിടക്കട്ടെ, ക്രൈസ്തവ നാമധാരികൾ. അതുപോലെ തന്നെ ഏക സ്ഥാനം പറഞ്ഞാൽ ഇന്ന് കാശ് കൊടുത്ത് അധ്യാപകരാകുന്നത് യുവമാർദ്ദന പ്രസ്ഥാനങ്ങളിൽ ആകെ സ്ഥാനം ഏതെങ്കിലും ബസ് അതാണല്ലോ ഒരു അധ്യാപിക കഴിഞ്ഞ നാളിലെ കോഴിക്കോട് ആത്മഹത്യ ചെയ്തത്, താമരശ്ശേരി രൂപതയിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. എന്നാൽ ആരെങ്കിലും പണി ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ ഇവർക്ക് കോഴിയോ ഡൊണേഷനോ കൊടുക്കുന്നു, ബാക്കി എല്ലാവരും ഏതെങ്കിലും ഒരു നേഴ്സോ ഏതെങ്കിലും ഒരു ഹോം കെയർ ടേക്കറോട്ടോ ഒക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി അവർ ഉപജീവനം കഴിയുകയാണ്. സാമൂഹികമായ അവരുടെ പുറകെ വിരിക്കാൻ, അവരുടെ പുറകെ അവിടെ ചെന്ന് വിരിക്കുക, എന്നിട്ട് ഇവിടെ പ്രസംഗിക്കും നമ്മുടെ പിള്ളേരെല്ലാം നാട് വിട്ടു പോവുകയാണ്, അത് ശരിയല്ല, ഇവിടെ തന്നെ നിൽക്കണം, എന്നിട്ട് പിരിവ് കൊടുത്തോണം. എവിടെ നിന്ന് ആകാശത്ത് നിന്ന് വലിയ അടിച്ചു കൊടുക്കുമോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇതിൻ്റെ പ്രസക്തി എന്താണ്? ഇവന്മാർ ഇത്രയും പോലെ കാക്കത്തൊള്ളായിരം സഭകൾ, വലിയ വലിയ ബിഷപ്പന്മാർ, ആയിരക്കണക്കിന് പുരോഹിതന്മാർ എല്ലാം ഇവിടെയുണ്ട്. അപ്രസക്തമാണെന്ന് തന്നെ അതിൻ്റെ ആത്യന്തികമായ ഉത്തരം. പറഞ്ഞല്ലോ, ഇത്ര വലിയ പഠിപ്പിക്കലുകൾ, ഇത്ര വലിയ നിബന്ധനകൾ, ഇത്ര വലിയ ചങ്ങല പൂട്ടുകൾ, ഇതെല്ലാം ഉണ്ടായിട്ടും കുടുംബങ്ങളും മക്കളും വഴിപിഴച്ച് പോകുന്നുണ്ടെങ്കിൽ, ഇവരും വഴിപഴിച്ച് പോകുന്നുണ്ടെങ്കിൽ, ഇവരമ്പേ പരാജയമാണെന്നുള്ളതിന് വേറെ വല്ല തെളിവും ആവശ്യമുണ്ടോ? ഇവർ പരാജയപ്പെട്ട് കഴിഞ്ഞു, അതൊന്ന് അംഗീകരിച്ചാൽ മാത്രം മതി. കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കെ സർക്കാർ ഇതിനകത്ത് യാതൊരു അമാന്തവും വെക്കരുത്. കാരണം ഇതിനകത്ത് ഈ ആത്മീയതയുടെ പേരിൽ നടത്തുന്ന ഇതൊരു വെറും ഒരു വ്യവസായവും ഒരു തട്ടിപ്പ് വ്യവസായവും ആണെന്ന് മനസ്സിലാക്കുക. ഇതിനകത്ത് സകല തരത്തിലുള്ള കുടിൽ വ്യവസായം തൊട്ട് കോർപ്പറേറ്റ് കച്ചവടം നടത്തുന്നവരെ ഉണ്ട്. അന്നേരം ഇവന്മാർക്കൊന്നും യാതൊരു തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റി ഇല്ല, ട്രാൻസ്പെറൻസി ഇല്ല, ഇടപാടുകളിൽ സുതാര്യതയില്ല. ഇതിനകത്തെല്ലാം നടക്കുന്ന ചൂഷണമാണ്. അന്നേരം ഇതിനകത്ത് ഈ സമൂഹം, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു സമൂഹം നശിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനൊരു സമൂഹം ഉണ്ടാവണമെങ്കിൽ അടിയന്തരമായി ഒരു നിയമ സംവിധാനങ്ങൾ, ഇതിന് ഈ ചർച്ച് ആക്ട് പോലെയുള്ള ഈ ഒരു അതെ പേരെന്തെങ്കിലും ആയി ഒരു സിവിൽ നിയമ സംവിധാനം ഉണ്ടായേ പറ്റൂ. കാരണം ഇവർ ഏതെങ്കിലും ഒരു സംവിധാനത്തോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാകണം. ഒരു പണം ചെലവഴിച്ചാൽ അത് ഇന്ന ആവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നും അത് ഇന്ന കാരണത്താൽ ചെലവഴിച്ചു എന്നും കൃത്യമായി പറയാനും കണക്ക് ബോധിപ്പിക്കാനും അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടാവണം. അതാണ് ഉണ്ടാകേണ്ടത്. ഒരു സംവിധാനം ഉണ്ടായേ പറ്റൂ. അന്നേരം ഇത്തരമൊരു ചർച്ച വീണ്ടും നമ്മൾ പുനരാരംഭിക്കുന്നതിനുള്ള റീസൺ, പൊതുജനങ്ങൾ ഇതിൻ്റെ ആവശ്യകത മനസ്സിലാക്കണം. ഇന്ന് കേരള സമൂഹത്തിലുണ്ടാകുന്ന സകല പ്രശ്നങ്ങളുടെയും മൂല കാരണം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പേഴ്സൻറ്റേജിൽ കുറവാണെങ്കിൽ പോലും ഇവരുടെ കയ്യിലുള്ള കണക്കിൽപ്പെടാത്ത കള്ളപ്പണം, ഇവരുടെ ഒരു സമാന്തര ഭരണ സംവിധാനങ്ങളാണ് ഇവിടെയുള്ള സകല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. ഇതിനൊരു പരിഹാരമുണ്ടാകണമെന്നുണ്ടെങ്കിൽ സർക്കാർ അടിയന്തരമായി ഇത്തരത്തിലുള്ള ഒരു നിയമ സംവിധാനം ഉണ്ടാക്കി ആ ചട്ടക്കൂടിൽ ഇവരെ ആക്കിയില്ലെങ്കിൽ, ഇത്തരത്തിലുള്ളൊരു സമാന്തര സംവിധാനം ഇവരുണ്ടാക്കി ഈ സമൂഹത്തെ തകർക്കും. ഈ ക്രൈസ്തവ സമൂഹത്തെ തന്നെ ഇവർ ഇല്ലാതാക്കി കളയും. യൂറോപ്പ് എവിടെ ആവർത്തിക്കപ്പെടും? അത് തന്നെ കാര്യം. യൂറോപ്പിലിപ്പോൾ സഭ എന്ന് പറയുന്നത് കെട്ടിടങ്ങൾ മാത്രമാണല്ലോ, പള്ളി കെട്ടിടങ്ങൾ മാത്രമല്ലേ. അത് തന്നെ നല്ലൊരു പങ്ക് ബാറുകളായിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അതുകൊണ്ട് ഈ വിശ്വാസികൾ അവൻ ഉണ്ണാതെയും ഉടുക്കാതെയും അവനുണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ പറയുന്ന സംഭവവിധാനങ്ങൾ നാളെ, ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് ആ സ്ഥലങ്ങൾ നാളെ നമ്മളുടെ തലമുറ അവിടെ ഒരു പബ്ബോ അവിടെ ഒരു ബാറോ ആയി മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ചില ഒരു നിയമസംഹിതകൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനങ്ങളാക്കിയേ പറ്റൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.